ആ അവള് എത്തിയപ്പോ? എന്താടി നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ? നീ ഇത്ര നേരത്തെ വരുന്നു വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോ അവനക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ടായില്ല അല്ലേ? ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് വരാ പറഞ്ഞിട്ടൊക്കെ തന്നെ നിന്നത്. അപ്പോഴേക്ക് ഇക്കാക്ക് എവിടേക്കോ പോണം പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയതാ. എവിടെ നിന്നിട്ട് മരുമകൻ എവിടെ? ഇക്കന്നെ ഇറങ്ങാൻ നിന്നില്ല. എന്തോ അർജന്റ് മീറ്റിംഗ് എന്തോ ഉണ്ട് തോന്നണു. അപ്പൊ ഇറങ്ങില്ല പറഞ്ഞിട്ട് പോയി. അതാ. അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവായിരുന്നു. ഇതുവരെ വന്നിട്ട് നോക്കാം. എത്ര നേരമാണ് ഒരു ഗ്ലാസ് ചായ വെക്കാന്? എന്താ ഒരു കഷ്ടം. അപ്പൊ നീ പറഞ്ഞില്ലടി അവൻ്റെ അടുത്ത്? ഞാൻ പറയുകയൊക്കെ ചെയ്തു. ഇവിടെ ഇറങ്ങാൻ നിന്ന് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ല പറഞ്ഞിട്ടായിരിക്കും. പിന്നെ ഞാൻ നിർബന്ധിക്കാനും നിന്നില്ല. എന്താ ഒരു ഗ്ലാസ് ചായ തന്നെയല്ലേ? അതുമല്ല, ഇക്കാക്ക് അങ്ങനെ ചായയൊന്നും ഇഷ്ടമല്ല തോന്നണു. അവിടെ വീട്ടിലേ ചായയൊന്നും കുടിക്കണേ കണ്ടിട്ടില്ല. ഇപ്പൊ അഥവാ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ തന്നെ പാലിൽ വലിയ ബൂസ്റ്റ് കലക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെയൊക്കെ കുടിക്കുള്ളൂ. അപ്പൊ വന്നില്ലെങ്കിലും കുഴപ്പമില്ല വിചാരിച്ചു. ഇവിടെ പിന്നെ അതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാലോ. എന്നാ നീ അവിടെ തന്നെ നിൽക്കണ്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വാ. നിനക്ക് എന്താടി ഇന്ന് ചായ വെക്കട്ടെ? അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കലക്കാല്ലേ? എനിക്കിപ്പോ ഒന്നും വേണമെന്നൊന്നുമില്ല. അവിടെ നിന്ന് വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ടാ വന്നതേ. വയറൊക്കെ ഫുള്ളാണ്. ഇതെന്തമ്മ? എന്തമ്മന്റെ ഒരു കോലമാണ്? ആ എല്ലാരും പറയണ്ടടി ഇങ്ങനെ. എന്താന്നറിയില്ല, നല്ല കേട് വന്നിട്ടുണ്ട് ഇല്ലേ? കല്യാണ സമയത്തുള്ള ഈ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നില്ലേ, അതായിരിക്കുവേ. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും ക്ഷീണിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ മാക്സിയും കോലും ഒക്കെയാണ് എന്തോ പോലെ ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നാക്കിയാൽ തന്നെ മൊത്തത്തിൽ നന്നാവും. ഇത് വല്ല ചപ്പ മാക്സി ഇട്ടും കൊണ്ട് അതാ അത് കീറിയിട്ടും ഉണ്ട് തോന്നുന്നു. അതാ. എവിടെ? വണ്ണ കീറിയിട്ടൊന്നുമില്ല. അത് പിന്നെന്താണ്? അതൊന്നും അത്ര ആരും അറിയില്ല. വണ്ണേ അവിടുന്ന് പോരാത്ത ഞാൻ അന്ന് കുളിച്ചിട്ടുമില്ലേ. എന്താ അത് രാവിലെ തുടങ്ങിയ പണിയാണ്. നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അടുക്കളയും കൂടി ഒന്ന് തുടച്ചിട്ട് പോയി കുളിക്കാതെ നിൽക്കുകയായിരുന്നോ? അപ്പോഴേക്കല്ലേ നീ വന്ന്. ഇക്കങ്ങോട്ട് കയറാതെ നന്നായേ ഉള്ളൂ. കേറിയിട്ട് നിങ്ങളുടെ ഈ കോലമൊക്കെ കണ്ടതാണെങ്കിൽ ആകെ നാണക്കടായായിരുന്നു. ഓ ഇതൊരു ചൂടാണ്. ആ ഫാനൊന്നും ഇടി. ഫുൾ സ്പീഡിലിടി. ഫുള്ളിൽ തന്നെ ഇടി ഇട്ടിക്കണതേ. അല്ലോ വൈകുന്നേരം വരെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേക്കേ വെന്ത് ചാവുന്ന തോന്നുന്നു. എന്താ ഒരു ചൂട്. അതാ. അപ്പൊ നീ ഇവിടെ നിക്കണില്ല? ഞാൻ നിക്കണൊന്നുമില്ല. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പോയില്ല പറഞ്ഞ എക്കാന്റെ രാവിലത്തെ ജോലിക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആകെ കൊളാവും. എന്താടി ഒരു ദിവസത്തെ കാര്യല്ലേ. അവൻ എന്തെങ്കിലും കാട്ടട്ടെ. നിനക്ക് നാളെ പോവേ. അല്ലെങ്കിൽ അവൻ്റെ അടുത്തും ഇവിടെ നിൽക്കാൻ പറയേ. അവനക്ക് ഇവിടുന്ന് പോകാലോ ജോലിക്ക്. നിന്നതന്നെ. ഉമ്മാതിരി വേഗങ്ങളിലൊക്കെ ഇവിടെ നിന്നാലും മതി. AC ഇല്ലാണ്ട് നിക്കാക്ക് ഉറക്കം വരില്ല. അതിന് രാത്രിയൊക്കെ ഇവിടെ നല്ല തണുപ്പുണ്ടടി. ആ ഫാനും കൂടി ഇട്ടു പറഞ്ഞാല് AC ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അതിന് ഉമ്മാക്ക് AC തണുപ്പ് എന്താണെന്നറിയോ? അപ്പൊ നിന്റെ താത്ത നാളെ ഇങ്ങോട്ട് വരാ പറഞ്ഞിട്ടുണ്ടടി. നീ ഇന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തന്നെ വരാൻ നിന്നതാണ് അവള്. അപ്പോഴേക്കാണ് കുട്ടികളുടെ സ്കൂളിൽ എന്തോ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, നീ വന്നാലിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ പോകണ്ടാവുള്ളൂ, നീ നാളെ രാവിലെ വായോന്ന്. ഇപ്പം അവൾക്ക് ഇന്ന് തന്നെ വരാൻ പറ്റുമോ പോലെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിനാണ് അപ്പോൾ ഒടുവില്ലെങ്കിൽ വരാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണത്? 2 ദിവസം മുമ്പും കൂടി താത്ത എന്നെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ. ഈ ബസ്സിലേക്ക് ആ 2 കുട്ടികളും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കേ മത്തിയാവുകയും ചെയ്യും. എനിക്കെന്ന് പറഞ്ഞ ഇക്കാൻ്റെ കൂടെ ആ കാറിൽ കയറി വരുമ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് താത്ത. ഓ ബസ്സിൽ കയറിയിട്ട് വരുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. അവൾക്ക് വരാൻ കുഴപ്പമില്ലെങ്കിൽ വന്നോട്ടെ. എന്താ ഈ ഒരു കൂട്ടം കൂടുകയാണ്. അവൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ നീ വരുമൊന്നും വേണ്ട അവട്ട് പറയാൻ പറ്റും എനിക്ക്? അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് എന്താ തോന്നുക? അതിനെന്താ ഇപ്പം അത്ര തോന്നാനുള്ളത്? നല്ല കാര്യമല്ലേ പറയണത്? ആ 2 കുട്ടികളെയും വലിച്ചിട്ട് ബസ്സിലൊന്ന് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടാ പറയണത് ഇത്ര വലിയ തെറ്റാ? നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാ. നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കാൻ. ഞാനേ ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ഇപ്പൊ ഈ കീറ മാക്സി ഇട്ടും കൊണ്ട് നിന്നിട്ടേ നിനക്കൊരു നാണക്കേട് വേണ്ട. അല്ല അത്ര. ഡീ നീ എന്താ തോടി പോയി കാട്ടണ്? വല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടാവും ഇങ്ങോട്ട് കയറി വന്നാ? എന്താ അത് ഇവിടെ റേഞ്ച് പറയണത് കിട്ടണില്ലല്ലോ. കുറച്ചേരം ഇരുന്ന് ബോറടിച്ചപ്പോ ഫോൺ നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയാ നെറ്റേ കിട്ടണില്ല. ഇവിടേക്ക് ഒരു ദിവസം കഴിച്ചു കൂട്ടാ പറഞ്ഞ നല്ല പാടാ കേട്ടോ. നിനക്ക് നാ TV ഇട്ടിട്ട് കാണായിരുന്നില്ലേ? ഞാനാണെങ്കിലും അത് എപ്പോഴും ഓണാക്കൽ തന്നെ ഇല്ല, ഓരോ പണിയും തിരക്കും കാരണം. TV എന്താ കാണാനുള്ളത്? ഈ പെണ്ണിന്റെ ഒരു കാര്യം.
ഡീ അതൊരു നിന്റെ ആസിയമ്മായി എപ്പോൾ വന്നാലും നിന്റെ വിശേഷം അങ്ങനെ ചോദിക്കും. നിന്നെ പറഞ്ഞ വലിയ കാര്യമല്ലേ. നിന്നെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടാ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അതിനൊന്ന് വിളിച്ചു നോക്കേ. ഈ ഒന്നും മിണ്ടാണ്ടിരിക്കേ. കണ്ടില്ലെങ്കിൽ കാണണ്ട. കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നൊക്കെ എനിക്കറിയാം. ഞാൻ കാണാത്ത പോലെ നിന്ന് തന്നെയാണ്. എനിക്കൊന്നും വയ്യ അതിൻ്റെ ഓരോ മണ്ടത്തരത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അന്നങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ആർക്ക് സഹിക്കണമൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞാനേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോട്ടെ. കാണണ്ട എന്നെ. സുബൈദ പെണ്ണ് വന്നിട്ടുണ്ടടി. ഇല്ലേ, ചെലപ്പോ ഇന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് വരാ പറഞ്ഞിട്ടുണ്ടാ. വന്നാ ഇനി ഒന്ന് വിളിക്കട്ടാ. എനിക്കൊന്ന് കാണണ അവളിനെ. ആ, വിളിക്ക. ഈ പെണ്ണ് കാരണം എനിക്കും കൂടി നുണ പറയേണ്ടി വന്നു. നീ ഇവിടെ മറ്റു വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അവരറിഞ്ഞ എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കില്ല. അത് നിനക്ക് ആ ഡ്രസ്സ് മാറ്റിയിടായിരുന്നല്ലോടേ. മാറ്റൊന്നും വേണ്ട. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകുക തന്നെയല്ലേ. എന്നാ നീ പോകുമ്പോഴേ നിന്റെ ഈ ചുരിദാറൊക്കെ അങ്ങോട്ട് കൊണ്ടേക്കോ. എത്രണ്ണാണ് ഇവിടെ. ഇതൊക്കെ നോക്കി നോക്കാ. നല്ല നല്ല ചുരിദാറുകളാണ്. നീ അധികം ഇട്ടിട്ടേ ഇല്ലല്ലോ ഇവിടെ. അവിടെ പോയാലും എനിക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാലോ. എനിക്കൊന്നും വേണ്ട. അവിടെ നിന്ന് ഇട്ടതൊന്നും ഇടാനേ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ പുതിയത് എടുത്തിട്ട് വരും ഇക്ക. ഈ ഡ്രസ്സ് തന്നെ കണ്ടോ, ഇന്നലെ പോയി എടുത്തിട്ട് വന്നതാണ് ഇക്ക. ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോഴേ വേറെയും കുറേ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പ്രാവശ്യം ഇട്ടതല്ലേ അവർക്ക് ഇടണ്ടാ പറഞ്ഞു. ഇപ്പം ഈ ഡ്രസ്സൊക്കെ കൊണ്ടുപോയാൽ തന്നെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ പഴയ മോഡലല്ലേ. ഇതൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും എടുത്തു കൊടുത്തോളേ. എന്തിനാ അങ്ങനെ എടുത്തു വെച്ചിരിക്കണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ നിന്റെ താത്താക്ക് കൊടുക്കുക. അത്ര നല്ല ചുരിദാറുകളേ. അവൾ ഇന്നാളെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് തന്നെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താ നല്ല ചുരിദാർ ഇല്ലമ്മ, അതൊക്കെ അവൾ കൊണ്ടുപോയിരിക്കില്ലേ എന്ന്. നിനക്ക് വേണ്ടി വരും പറഞ്ഞാ, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ അന്നേ അവൾക്ക് കൊടുത്തായിരുന്നു. ഇത് നോക്കടി, ഈ സാരി എങ്ങനെ ഉണ്ട് നോക്ക്. നിന്റെ താത്ത എടുത്ത് തന്നതാണേ. പെണ്ണ് എത്ര വേണ്ട പറഞ്ഞാലും കേൾക്കില്ല. പിന്നെയും എടുത്തിട്ട് വരും. നിന്റെ കല്യാണത്തിനെടുത്ത സാരികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വേണ്ട പറഞ്ഞതാണ്. പെണ്ണ് പറഞ്ഞാൽ കേൾക്കണ്ടേ. ഇതാണ്ടില്ലേ, നന്നായിട്ടുണ്ട് ഇതിലെ കളറൊക്കെ. ഉടുത്താലും ഒതുങ്ങി നിൽക്കും. നോക്കി നോക്ക്. കുഴപ്പമില്ല. കോട്ടൺ സാരി അല്ല അല്ലേ, കുറച്ച് പോളിസ്റ്റർ മിക്സിങ് പോലെ ഉണ്ട്. വലിയ തിരക്കടില്ല. അവിടുത്തെ ഉമ്മണ്ടല്ലോന്നും ഓരോ സാരികൾ കൊടുക്കണ കാണണം നിങ്ങൾ. എന്താ ഓരോ സാരികൾ എന്നറിയോ. വീട്ടിലിരിക്കുമ്പോഴും കൂടി കോട്ടൺ സാരികളെ ഉടുക്കുള്ളൂ. നല്ല നല്ല കളറും അതൊക്കെ ഉടുത്ത അമ്മക്ക് നല്ല രസമുണ്ടേനും കാണാൻ. ഒക്കെ മെന്നെ പോയി എടുക്കല് തോന്നണോ. നല്ല സെലക്ഷനും ഉണ്ടേ. എൻ്റെ കല്യാണത്തിന്റെ സാരി തന്നെയല്ലേ ഉമ്മാന്റെ സെലക്ഷൻ അത്രേ. ഇക്ക പറഞ്ഞായിരുന്നോ. എങ്ങനെ എന്നാലും ഉമ്മാക്ക് ഇതൊക്കെ അറിയണാണാവോ. ഫോണിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടാലേ അതൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ അറിയണുണ്ടെന്നും. ഓരോന്നിങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിക്കുന്നത് കാണണ്ടേ. നിങ്ങൾക്കറിയാം അങ്ങനെ വല്ലതും. പറയാൻ നിങ്ങളെക്കാളും കുറച്ച് പ്രായം അതിനല്ലേ ഉണ്ടാവുക. നല്ല സ്നേഹം ഉണ്ട് കേട്ടോളേ. ഞാനിപ്പോൾ അവിടെ പോയിട്ട് തന്നെ 10-20 ദിവസം കഴിഞ്ഞല്ലേ. എന്നെയൊന്നും ഇതുവരെ ഒന്നും പറയാൻ വന്നിട്ടില്ല. നല്ല സ്വഭാവമാണ്. അതന്നെയല്ലേ വേണ്ട. നീ ആ സാരി ഇങ്ങോട്ട് എടുത്താ. ആ നേരെ 1:30 ആയിക്കണേ. നമുക്കിത് ചോറിനാ പോയിട്ട്. നീ ഇന്ന് തന്നെ അങ്ങോട്ട് പോകും വിചാരിച്ചില്ല. അല്ലെങ്കിൽ ബാപ്പ രാവിലെ തന്നെ പോയിട്ട് ഇറച്ചി എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് വന്നായിരുന്നു. പിന്നെ ബാപ്പാക്ക് രാവിലെ പണിക്കും പോകണ്ടേ. പോകാൻ ഒഴിവും കിട്ടിയില്ലേ. പണി മാറ്റി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് വരാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിനക്ക് നിങ്ങളെ കൂട്ടാനൊക്കെ അല്ലേ വലിയ പിടുത്തം. ഇറച്ചിയും ബിരിയാണി ഒന്നും വലിയ ഇഷ്ടമില്ലല്ലോ. അതാ പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇറച്ചിയൊന്നും വേണമെന്നില്ല. അവിടെ ഇക്കാൻ്റെ കുടുംബക്കാരൻ്റെ അവിടെയൊക്കെ ഓരോ വിരുന്നിന് പോയിട്ടേ ആകെ തിന്നതൊന്നും മടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെയൊക്കെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ട് പറഞ്ഞാലേ എന്തുണ്ടാക്കുക, കൂടിപ്പോയി ഒരു ബിരിയാണി വെക്കും. അതല്ലേ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ ഉള്ളവരൊന്നും അങ്ങനെ അല്ലാട്ടോളി. എന്തൊക്കെ ഒരു വിഭവങ്ങളാണ് ഉണ്ടാക്കണമെന്ന് അറിയോ. കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ മുമ്പിൽ കൂടെ നിരത്തിയിട്ടുണ്ടാവും ഇങ്ങനെ. ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല അങ്ങനെയുള്ള സാധനങ്ങൾ. കാണാൻ മാത്രമല്ല ടോളി, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു നേരം ഇങ്ങോട്ട് നിൽക്കാൻ വരുമ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ പറ്റാണ്ടാവുമോ. അതന്നെ ഇപ്പം ഞാനും ആലോചിക്കണത്. ഞാൻ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. ഇക്കാൻ്റെ കാര്യമാണ്. അതിനൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് എന്താ വേണ്ടിച്ച ഓർഡർ കൊടുത്താൽ മതി. അവരെല്ലാം ഇവിടെ എത്തിച്ചേരും. അതാവുമ്പോൾ നിങ്ങൾക്ക് പണിയില്ല. കാശ് കൊടുത്ത ഒന്നും അറിയണ്ട നമുക്ക്. എനിക്ക് മതിയിട്ടമ്മ. എന്താണെന്നറിയില്ല, വിശപ്പേ ഇല്ല. അതാ ഇതടി നിനക്ക് ഇഷ്ടപ്പെട്ട കോളിഫ്ലവർ ഉപ്പേരി. നിനക്ക് ഇഷ്ടമല്ലേ വട്ടെ അങ്ങനെ പൊരിച്ചു വെച്ചത് കേട്ടോ. അതെടുത്ത് തിന്നേ. വേണ്ടേ, മതി.
ഇക്കയിന് ഇങ്ങോട്ട് ഇറങ്ങൊന്നും വേണ്ടേ, അവിടെ തന്നെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് കയറി വരാം. ആ ഉമ്മ, ഇക്ക ഇങ്ങോട്ട് എത്താനായി കുറച്ച് വിളിച്ചായിരുന്നോ? ഞാൻ എന്നാ പോട്ടെ. അതാ, അപ്പൊ അവനിങ്ങോട്ട് കേറുന്നില്ലേ? ഇല്ലേ, ഇക്കാക്ക് പോയിട്ട് എന്തോ തിരക്കുണ്ട് തോന്നണം. പിന്നെ കാർ ഇങ്ങോട്ട് ഇറക്കാനും പറ്റില്ലല്ലോ, റോട്ടിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇക്ക ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഞാൻ റോട്ടിൽ കയറി നിൽക്കാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോട്ടേട്ടമ്മ. നീ ചായ കുടിച്ചിട്ട് പോടി, ഇത് ഞാൻ നിനക്ക് വെച്ചതാണേ. ഇനി ചായ കുടിക്കാനും നേരല്ലമ്മ, ചായ കുടിക്കാനൊക്കെ പിന്നെ ഒരു ദിവസം വരാം. ആ അമ്മ പറയ്, എന്താടി കാട്ടണ്? ഞാൻ എന്താ വീട്ടിലിപ്പോ എത്തിയുള്ളേ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ. ആ, ഞാൻ രാവിലെ വരാ പറഞ്ഞിട്ടോളി അവളുടെ അടുത്ത്. അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവൂലേ ഞാൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ. ആ, എവിടെ നിന്നിട്ട് അവള് ഫോണൊന്ന് കൊടുക്കി. അവള് അതിന് ഇവിടെ ഇല്ലേ. ആസിയമ്മാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവൂലേ? അല്ലേ, അവള് പോയടി. അതാ, പോയോ? എന്താ അത്? അത് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേ ഇവർക്ക് നാളെ വിരുന്ന് എന്തോ ഉണ്ട് പറഞ്ഞിട്ടേ, അവൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാ തോന്നണു. അപ്പൊ അവളിനെ കൂട്ടിയിട്ട് പോയി. ഇനി ഇവിടെ നിന്നാ പറ്റില്ലല്ലോ പറഞ്ഞിട്ടേ. നീ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് നിന്റെ അടുത്തൊന്ന് പറയട്ടെ പറഞ്ഞിട്ട് വിളിച്ചതാണ്. അതെ. ആ, ഇനിയിപ്പോ എന്താ കാട്ടണു? വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. എന്നിട്ട് എന്താ ഉള്ള അവിടുത്തെ വിശേഷമൊക്കെ? സുഖല്ലേ അവൾക്ക്? ആ, അവൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലടി, സുഖാണ്. ആവോ, 100 നാക്കാണ് അവിടുത്തെ കൂട്ടം കൂടുമ്പോ അവൾക്ക്. പുള്ളി വലിയ കാര്യാത്ര എല്ലാവർക്കുവേ. ആഹാ, ഇത്തിരി തടിയും ചന്തമൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ആലോചന വന്ന സമയത്തെ. അവര് ഇത്തിരി സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ നമ്മുടെ കുട്ടി അവിടെ പോയി പറഞ്ഞ പുള്ളിടത്ത് വല്ല ഇഷ്ടങ്ങളും കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടേ, അതാ ഞാൻ ആദ്യം ഇതിനൊന്നും സമ്മതിക്കാണ്ടിരുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അവളുടെ സംസാരത്തിന് തന്നെ മനസ്സിലായി. നമുക്ക് അതല്ലേ വേണ്ടുള്ളൂ, അവള് സുഖമായിരിക്കണം. അത് കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. പടച്ചോൻ എന്നും അങ്ങനെ എത്തിച്ചാ മതി. ഒരു കുഴപ്പം ഉണ്ടാവില്ലാന്നോ. അവള് ഭാഗ്യമുള്ളവളാണേ. പടച്ചോൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല.